നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രജനി അഭിലാഷ്. പ്രധാന വാർത്തകൾ. ടെക്സസിലെ 5 മില്യൺ ജനത ദുരിതത്തിൽ. ടെക്സസിനെ കണ്ണീരിലാഴ്ത്തി നാശം വിതച്ച വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കവിഞ്ഞു. യൂറോപ്യൻ യൂണിയന് ചുമത്തിയ 50% താരിഫ് കുറവ് വരുത്താൻ തയ്യാറാകാതെ അമേരിക്ക. ട്രംപിന്റെ അധിക താരിഫ് ഭീഷണിയിൽ കൂടുതൽ രാജ്യങ്ങളിലേക്കും. ആഗസ്റ്റ് 1 വരെ ഇളവും. യുകെയിലെ മേലധികാരികൾ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് എന്ന രഹസ്യ കരാറുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കാൻ നിയമ ഭേദഗതിയുമായി സ്റ്റാർമർ സർക്കാർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആപ്പ് സ്റ്റോറിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യൂറോപ്യൻ യൂണിയൻ ചുമത്തിയ 500 മില്യൺ യൂറോ പിഴയ്ക്കെതിരെ അപ്പീലുമായി ആപ്പിൾ. അടുത്ത വർഷം ബ്രിക്സ് അധ്യക്ഷ പദവിയിലെത്തുന്ന ഇന്ത്യ മനുഷ്യത്വത്തിന് മുൻതൂക്കം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. അമേരിക്കൻ സംസ്ഥാനമായ ടെക്സാസിനെ കണ്ണീരിലാഴ്ത്തി നാശം വിതച്ച വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കവിഞ്ഞു. ഇതുവരെ 104 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇതിൽ 56 മുതിർന്നവരും 28 കുട്ടികളുമാണ്. വേനൽക്കാല ക്യാമ്പിലുണ്ടായിരുന്ന 10 പെൺകുട്ടികളെയും ഒരു കൗൺസിലറെയും ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും കനത്ത മഴ ഈ മേഖലയിൽ തുടരുന്നത് വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നും അധികൃതർ പ്രതീക്ഷിക്കുന്നു. ടെക്സസിലെ ഗോഡാലൂപ്പ് നദിയുടെ തീരത്തുള്ള പെൺകുട്ടികളുടെ വേനൽക്കാല ക്യാമ്പിലുണ്ടായിരുന്ന 27 കുട്ടികളും കൗൺസിലർമാരും മരിച്ചതായി ക്യാമ്പ് മിസ്റ്റിക് സ്ഥിരീകരിച്ചു. 5 ബില്യൺ ജനങ്ങളാണ് വെള്ളപ്പൊക്കത്തിൽപ്പെട്ടത്. $22 ബില്യൺ നാശമുണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. വിമാനങ്ങളടക്കം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നത്. കൂടുതൽ കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ജനങ്ങൾക്ക് മതിയായ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും വൈറ്റ് ഹൗസ് ആരോപിച്ചു. വെള്ളപ്പൊക്കം ഉണ്ടായത് ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു, അത് ഭരണകൂടത്തിന്റെ തെറ്റല്ല എന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നേരത്തെ തന്നെ സ്ഥിരമായ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നുവെന്നും കരോലിൻ ലീവിറ്റ് തറപ്പിച്ചു പറഞ്ഞു. വെള്ളിയാഴ്ചത്തെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും ക്യാമ്പ് മിസ്റ്റിക് ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള നദീതീരത്തുള്ള ഹിൽ കൺട്രി പട്ടണമായ കെർവില്ലിലാണ് കേന്ദ്രീകരിച്ചിരുന്നത്. തിങ്കളാഴ്ച ഉച്ചയോടെ 56 മുതിർന്നവരും 28 കുട്ടികളും ഉൾപ്പെടെ 84 പേരുടെ മൃതദേഹങ്ങൾ കെർ കൗണ്ടിയിൽ നിന്നും കണ്ടെടുത്തു. ടെക്സസ് തലസ്ഥാനമായ ഓസ്റ്റിൻ പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 13 ഉയർന്നതായും 15 പേരെ ഇപ്പോഴും കാണാതായതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രാവിസ് കൗണ്ടിയിൽ 7 പേരും വില്യംസൺ കൗണ്ടിയിൽ 2 പേരും ബർനെറ്റ് കൗണ്ടിയിൽ 4 പേരും മരിച്ചതായി സ്ഥിരീകരിച്ചതായി ഓസ്റ്റിൻ അമേരിക്കൻ സ്റ്റേറ്റ്മാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. 5 തെക്കൻ മധ്യ ടെക്സസ് കൗണ്ടികളിലായി വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 12 മരണങ്ങൾ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയന് ചുമത്തിയ 50% താരിഫിൽ കുറവ് വരുത്താൻ തയ്യാറാകാതെ അമേരിക്ക. ട്രംപിന്റെ ഭീഷണി. താരിഫിൽ 3 ആഴ്ചത്തെ ഇളവ് മാത്രമേ യൂറോപ്യൻ യൂണിയന് ലഭിച്ചിട്ടുള്ളൂ എന്ന വാർത്ത വന്നതോടെ യൂണിയന് ലഭിച്ചത് നേരിയ ആശ്വാസം മാത്രം. യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ യാഥാർത്ഥ്യമായില്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും യുഎസിന്റെ ഉയർന്ന താരിഫ് കയ്പ് അനുഭവിക്കേണ്ടി വരുമെന്നതാണ് ആശങ്ക. യൂറോപ്യൻ യൂണിയന് യുഎസുമായുള്ള വ്യാപാര കരാർ ഉടൻ നിലവിൽ വരുമെന്നും താരിഫുകൾക്കുള്ള താൽക്കാലിക വിരാമം ഓഗസ്റ്റ് 1 വരെ നീട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഐറിഷ് ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ് പറഞ്ഞു. കരാറിന്റെ ഭാഗമായി കാർ വ്യവസായം 25% താരിഫ് വർധനവിൽ നിന്നും രക്ഷപ്പെടുമോ എന്ന് വ്യക്തമല്ല. അയർലൻഡ്, ജർമ്മനി, ഇറ്റലി എന്നിവയാണ് യുഎസിലേക്ക് ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ബ്ലോക്കിലെ അംഗങ്ങൾ. ട്രംപിന്റെ ഭരണകാലത്ത് ചില താരിഫുകൾ സ്ഥിരമായിരിക്കുമെന്നും അത് 10% ആയിരിക്കുമെന്നും ഐറിഷ് ഉപപ്രധാനമന്ത്രി ഹാരിസ് സമ്മതിച്ചു. നിലവിൽ യുഎസ് ഭീഷണി നേരിടുന്ന ഫാർമ ഉൾപ്പെടെയുള്ള മേഖലാ താരിഫുകളുടെ സ്റ്റേയുടെ സൂചനകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഫാർമ മേഖലയെ ചൊല്ലിയുള്ള സിറ്റി ആശങ്കകളിൽ അനിശ്ചിതത്വം തുടരുന്നതിൽ അയർലൻഡിന് കാര്യമായ ആശങ്കയുണ്ടാക്കും. വേട്ടക്കാർക്കൊപ്പമല്ല, ഇരകൾക്കൊപ്പമാണ് UK സർക്കാർ. ജോലിസ്ഥലത്തെ പീഡനവും വിവേചനവും അനുഭവിച്ച ജീവനക്കാരെയും ഇരകളെയും നിശബ്ദരാക്കാൻ യുകെയിലെ മേലധികാരികൾ നോൺ ഡിസ്കോർഷൻ എഗ്രിമെന്റ് എന്ന രഹസ്യ കരാർ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കാൻ നിയമ ഭേദഗതിയുമായി സ്റ്റാർമർ സർക്കാർ. തൊഴിലാളികളുടെ അവകാശങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. ജോലിസ്ഥലത്ത് അസ്വീകാര്യമായ പെരുമാറ്റം മറച്ചുവെക്കാൻ നിയമപരമായി നടപ്പിലാക്കാവുന്ന
NDAകളെ ഉപയോഗിക്കാവുന്ന വ്യാപകമായ രീതി നിരോധിക്കുന്നതിനുള്ള സർക്കാരിന്റെ തൊഴിലവകാശ ബില്ലിൽ മന്ത്രിമാർ ഭേദഗതികൾ അവതരിപ്പിച്ചു. നിയമങ്ങൾ പാസാക്കിയാൽ ഇനി അങ്ങോട്ട് ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള പീഡന ആരോപണമോ വിവേചനമോ സംബന്ധിച്ച് ഒരു തൊഴിലാളി വെളിപ്പെടുത്തുന്നത് തടയാൻ ശ്രമിക്കുന്ന NDA കരാറിലെ രഹസ്യ വ്യവസ്ഥകൾ അസാധുവാകും. ഇരകൾക്ക് അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായി സംസാരിക്കുവാനും തൊഴിലുടമകൾ ഉൾപ്പെടെ ഉള്ളവരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് ഏതൊരു സാക്ഷിക്കും തുറന്നു പറയുവാനും സാധിക്കും. ഇങ്ങനെ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ ഇരകൾക്കെതിരെ കേസെടുക്കുമെന്ന ഭീഷണിയില്ലാതെ പരസ്യമായി പിന്തുണയ്ക്കുവാനും നിയമഭേദഗതിക്ക് സാധിക്കും. ഡൊണാൾഡ് ട്രംപ് തന്റെ താരിഫ് വർധനവ് നിലവിൽ വരുത്തുന്നത് ഓഗസ്റ്റ് 1 വരെ നീട്ടിയെങ്കിലും ദരിദ്ര മേഖലയിൽ താഴെ നിൽക്കുന്ന ലാവോസ് മുതൽ വികസിത രാജ്യമായ ജപ്പാൻ വരെ നിരവധി രാജ്യങ്ങളെ കൂടി ട്രംപ് തന്റെ താരിഫ് പരിധിയിൽ കൊണ്ടുവന്നു. ഏറ്റവും ഉയർന്ന നിരക്ക് 40%. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിരവധി രാജ്യങ്ങളെ അഭിസംബോധന ചെയ്ത് കൂടുതൽ താരിഫ് കത്തുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കുന്ന പുതിയ ലെവികളുടെ ഭാഗമായി ജപ്പാൻ, ദക്ഷിണ കൊറിയ, ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ 40% വരെ തീരുവ നേരിടേണ്ടി വരുമെന്നും US പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ദക്ഷിണാഫ്രിക്കയിൽ 30% US തീരുവ, ലാവോസിയയിലും മ്യാൻമാറിലും 40% US തീരുവ എന്നിങ്ങനെയാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത്. ടുണീഷ്യ 25% തീരുവ നേരിടേണ്ടി വരും. ഇന്തോനേഷ്യ 32%, ബംഗ്ലാദേശും സെർബിയയും 35%, ബോസ്നിയ 30%, കംബോഡിയയിലും തായ്ലൻഡും 36%, ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള സാധനങ്ങൾക്ക് 25% എന്നിങ്ങനെയാണ് US തീരുവ. ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് മ്യാൻമാറും ലാവോസുമാണ്. തിങ്കളാഴ്ച വ്യാപാര യുദ്ധങ്ങൾ ശക്തമാക്കാനുള്ള പദ്ധതികൾ ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയെങ്കിലും തന്റെ വിവാദ സാമ്പത്തിക തന്ത്രത്തെക്കുറിച്ചുള്ള വ്യാപകമായ ആശയക്കുഴപ്പം കാരണം പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ വർധനവ് അടുത്ത മാസം വരെ നീട്ടിവെച്ചിട്ടുണ്ട്. അധിക താരിഫ് ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനുള്ളിൽ ഉൽപ്പന്നം നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ താരിഫുകൾ ഉണ്ടാകില്ലെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ രാജ്യതലവന്മാരെ അറിയിച്ചു. US കയറ്റുമതിയിൽ രാജ്യങ്ങൾ അധിക താരിഫ് ഏർപ്പെടുത്തിയാൽ കൂടുതൽ താരിഫ് ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ നിങ്ങളുടെ താരിഫ് ഉയർത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ എത്ര ശതമാനം ഉയർത്താൻ തീരുമാനിക്കുന്നുവോ അത് US ഈടാക്കുന്ന താരിഫിൽ കൂട്ടിച്ചേർക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശനം ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വൈറ്റ് ഹൌസിൽ നടന്ന അത്താഴ വിരുന്നിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശനം ചെയ്ത് കത്ത് നെതന്യാഹു നേരിട്ട് നൽകി. ഗസയിൽ നിന്നും ഒഴിയാൻ ആഗ്രഹിക്കുന്ന പലസ്തീനികൾക്ക് അതിനുള്ള അവസരമുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. പലസ്തീനികൾക്ക് മെച്ചപ്പെട്ട ഭാവി വാഗ്ദാനം ചെയ്യുന്ന രാജ്യങ്ങൾ കണ്ടെത്താൻ അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യത്തിൽ ഇസ്രയേലിന്റെ അയൽ രാജ്യങ്ങൾ സഹകരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഗസയിൽ സമാധാന ഉടമ്പടിക്കായുള്ള അവസരം സംജാതമായിരിക്കുന്നുവെന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. ഇറാൻ ഇനി തങ്ങളുടെ ധൈര്യം പരീക്ഷിക്കാൻ മുതിരില്ലെന്നാണ് കരുതുന്നതെന്നും നെതന്യാഹു പറഞ്ഞു. വൈറ്റ് ഹൌസിൽ നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ഇരു നേതാക്കളും. അമേരിക്കൻ കയറ്റുമതിക്കാരോടുള്ള ഓസ്ട്രേലിയയുടെ നിലപാടിനെതിരെ താരിഫ് വഴി പ്രതികാരം ചെയ്യാൻ വാഷിംഗ്ടണിലെ ഏറ്റവും സ്വാധീനമുള്ള ചില ഫാർമ ലോബി ഗ്രൂപ്പുകൾ US-നെ പ്രേരിപ്പിക്കുന്നതായി റിപ്പോർട്ട്. ഫാർമസ്യൂട്ടിക്കൽ ബെനിഫിറ്റ്സ് സ്കീം പ്രകാരം മരുന്നുകളുടെ അന്യായമായ ഫ്രീ ലോഡിംഗ്, ആഭ്യന്തര മരുന്ന് ഉൽപാദന പ്രോത്സാഹനങ്ങൾ എന്നിവ ചൂണ്ടിക്കാണിച്ചാണ് ഓസ്ട്രേലിയക്കെതിരെയുള്ള നീക്കം. ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര താരിഫുകൾക്കായുള്ള മറ്റു പദ്ധതികളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം മറികടക്കാൻ അൽബനീസ് സർക്കാർ ശ്രമിക്കുമ്പോൾ വില നിയന്ത്രണങ്ങൾ ഉപയോഗിക്കുന്നതോ അമേരിക്കൻ നവീകരണത്തെ കുറച്ചു കാണുന്നതോ ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന ശക്തമായ US ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നാഷണൽ ടാക്സ് പേയേഴ്സ് യൂണിയന്റെയും പ്രചാരകർ വൈറ്റ് ഹൌസിനോട് ആവശ്യപ്പെട്ടു. ഓസ്ട്രേലിയയുടെ $18 ബില്യൺ ഫാർമസ്യൂട്ടിക്കൽ ബെനിഫിഷ്യൽ സ്കീമിലുള്ള പുതിയ മരുന്നുകളുടെ അപേക്ഷയ്ക്കുള്ള മന്ദഗതിയിലുള്ള അംഗീകാര സമയത്തെയും നിരസിക്കൽ നിരക്കുകൾക്കും ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റ് ജോൺ മർഫി വിമർശിച്ചു. അമേരിക്കയിലെ ഗ്രീൻ കൗണ്ടിയിൽ വാഹനാപകടത്തിൽ 4 അംഗം ഇന്ത്യൻ കുടുംബത്തിന് ദാരുണാന്ത്യം.
കുടുംബം സഞ്ചരിച്ച കാറിൽ ട്രക്ക് ഇടിച്ചാണ് അപകടമുണ്ടായത്. സെക്കന്ദരാബാദിലെ സുചിത്ര പ്രദേശത്ത് നിന്നുള്ള കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ഞായറാഴ്ച ഗ്രീൻ കൗണ്ടിയിൽ വെച്ചായിരുന്നു സംഭവം. അമേരിക്കൻ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ ശ്രീ വെങ്കട്ട്, ഭാര്യ തേജസ്വിനി, അവരുടെ 2 കുട്ടികൾ എന്നിവരാണ് മരിച്ചത്. ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം അറ്റ്ലാന്റയിൽ നിന്നും ഡാസയിലേക്ക് മടങ്ങുമ്പോൾ ദിശ തെറ്റിച്ചു വന്ന മിനി ട്രക്ക് ഇവരുടെ കാറിലിടിക്കുകയായിരുന്നു. മിനി ട്രക്ക് ഇടിച്ചതിനെ തുടർന്ന് അവരുടെ കാറിന് തീപിടിച്ചു. 4 പേരും കാറിൽ കുടുങ്ങുകയും വെന്തു മരിക്കുകയുമായിരുന്നു. മരിച്ചവരുടെ തിരിച്ചറിയൽ രേഖകൾ സ്ഥിരീകരിക്കുന്നതിനായി DNA പരിശോധനകൾ നടത്തിവരികയാണ്. DNA പരിശോധനകൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുന്നു. കിഴക്കൻ പാകിസ്ഥാനിലെ ലാഹോർ നഗരത്തിൽ ഒരു ഫാം ഹൗസിൽ നിന്നും രക്ഷപ്പെട്ട വളർത്തുസിംഹത്തിന്റെ ഉടമകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊതുനിരത്തിൽ വെച്ച് ഒരു സ്ത്രീയെയും 2 കുട്ടികളെയും പരിക്കേൽപ്പിച്ചതിനെ തുടർന്നാണ് ഉടമകളെ അറസ്റ്റ് ചെയ്തത്. സിംഹം ഒരു മതിൽ ചാടി ഒരു ജനവാസ മേഖലയിൽ ഇരകളെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് അറസ്റ്റ്. സ്ത്രീയുടെയും അവരുടെ 5-7 വയസ്സുള്ള കുട്ടികളുടെയും മുഖത്തും കൈകളിലും പരിക്കേറ്റതായി പോലീസ് പറഞ്ഞു. പിന്നീട് ഉടമകളുടെ ഫാം ഹൗസിലേക്ക് മടങ്ങിയ സിംഹത്തെ പോലീസ് ഒരു വന്യജീവി പാർക്കിലേക്ക് മാറ്റി. ആപ്പ് സ്റ്റോറിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യൂറോപ്യൻ യൂണിയൻ ചുമത്തിയ 500 മില്യൺ യൂറോ പിഴയ്ക്കെതിരെ ആപ്പിൾ അപ്പീൽ സമർപ്പിച്ചു. US ടെക് കമ്പനികളും ബ്രസൽസും തമ്മിൽ ഏറ്റവും പുതിയ സംഘർഷത്തിൽ യൂറോപ്യൻ യൂണിയൻ നിയമം ആവശ്യപ്പെടുന്നതിലും പരിധി വിട്ടുപോയതായി ആപ്പിൾ ആരോപിച്ചു. ആപ്പ് സ്റ്റോറിന് പുറത്തുള്ള വില കുറഞ്ഞ ഡീലുകളിലേക്കും ഉപയോക്താക്കളെ നയിക്കുന്നതിൽ നിന്നും ആപ്പ് ഡെവലപ്പർമാരെ തടഞ്ഞുകൊണ്ട് കമ്പനി ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കമ്മീഷൻ ഏപ്രിൽ ആപ്പിളിന് 500 മില്യൺ യൂറോ പിഴ ചുമത്തി. കഴിഞ്ഞ മാസം ഡെവലപ്പർമാർക്കുള്ള സാങ്കേതികവും വാണിജ്യപരവുമായ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യാനുള്ള യൂറോപ്യൻ യൂണിയൻ ഉത്തരവ് പാലിക്കുന്നതിനായി ആപ്പിൾ അതിന്റെ ആപ്പ് സ്റ്റോർ നിയമങ്ങൾ മാറ്റിയിരുന്നു. UK യുദ്ധവിമാനം F-35Bയുടെ അറ്റകുറ്റപ്പണി പുരോഗമിക്കുന്നതായി UK. ഇന്ത്യൻ അധികൃതരുടെ സഹകരണങ്ങൾക്ക് നന്ദിയെന്നും UK അറിയിച്ചു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലെ പ്രതിരോധ വക്താവാണ് ഇക്കാര്യം അറിയിച്ചത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് 1 മാസത്തോളം തിരുവനന്തപുരത്ത് കുടുങ്ങിയ ബ്രിട്ടീഷ് റോയൽ നേവി യുദ്ധവിമാനമായ F-35Bന്റെ തകരാർ പരിഹരിക്കുന്നതിനായി എഞ്ചിനീയർമാരുടെ വിദഗ്ധ സംഘം ഇന്ത്യയിലെത്തിയിട്ടുണ്ടെന്നും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലെ പ്രതിരോധ വക്താവ് എക്സിലൂടെ അറിയിച്ചു. തിരുവനന്തപുരത്ത് തുടരുന്ന വിമാനം കേരള ടൂറിസത്തിന്റെ പരസ്യത്തിലും എത്തിയിരുന്നു. ഇതോടെയാണ് വിമാനം കൂടുതൽ ലോക ശ്രദ്ധ നേടിയത്. $110 മില്യൺ വില വരുന്ന F-35B ലൈറ്റനിങ് ജെറ്റാണ് തിരുവനന്തപുരത്ത് കുടുങ്ങിയത്. UKയിലെ റോയൽ നേവി HMS പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്സ് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഈ വിമാനം. അറ്റകുറ്റപ്പണികൾക്കായി ഞായറാഴ്ചയാണ് UKയിൽ നിന്നുള്ള വിദഗ്ധ സംഘം കേരളത്തിലെത്തിയത്. ജൂൺ 14-നാണ് വിമാനം പരിശീലന പറക്കലിനിടെയുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡ് ചെയ്തത്. ഇനി ആനന്ദ് ട്രാവൽ UK പൗണ്ട് ഇന്നത്തെ മൂല്യം. 1 പൗണ്ട് 116.71 ഇന്ത്യൻ രൂപ. 1 US ഡോളർ 85.63 ഇന്ത്യൻ രൂപ. 1 യൂറോ 100.53 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.36 US ഡോളർ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. അടുത്ത വർഷം ബ്രിക്സ് അധ്യക്ഷ പദവിയിലെത്തുന്ന ഇന്ത്യ മനുഷ്യത്വത്തിന് മുൻതൂക്കം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഹകരണത്തിനും സുസ്ഥിരതയ്ക്കുമായി പ്രതിരോധ ശേഷിയും നവീകരണവും കെട്ടിപ്പടുക്കുക എന്നതായിരിക്കും ബ്രിക്സിന്റെ ലക്ഷ്യം. വികസിത രാജ്യങ്ങളുടെ ആശങ്കകളാകും പ്രധാന അജണ്ട. കാലാവസ്ഥാ വ്യതിയാനത്തിനും പരിസ്ഥിതി സുരക്ഷയ്ക്കും ഇന്ത്യ എപ്പോഴും മുൻഗണന നൽകും. കൂട്ടായ പരിശ്രമങ്ങളിലൂടെ മാത്രമേ വെല്ലുവിളികളെ നേരിടാൻ കഴിയൂ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മനുഷ്യർ നേരിടുന്ന ഗുരുതര ഭീഷണിയാണ് ഭീകരവാദമെന്നും ആഗോള ഭരണ നിർവഹണത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പങ്കെടുക്കവേ മോദി പറഞ്ഞിരുന്നു. പഹൽഗാം ഭീകരാക്രമണവും അദ്ദേഹം പരാമർശിച്ചു. ആക്രമണം ഇന്ത്യക്കെതിരായി മാത്രമായിരുന്നുവെന്നും മനുഷ്യകുലത്തിനെതിരെ ആകമാനമുണ്ടായ ആക്രമണമായിരുന്നുവെന്നും മോദി പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ ശക്തമായ നടപടികൾ വേണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഭീകരവാദത്തിന് സഹായം നൽകുന്നവരെയും പ്രോത്സാഹനം നൽകുന്നവരെയും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നവരെയും കർക്കശമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭീകരവാദത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഇരട്ട നിലപാടില്ല. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിന് ബ്രിക്സ് നേതാക്കൾക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ടെക്സസിലെ 5 മില്യൺ ജനത ദുരിതത്തിൽ. ടെക്സസിനെ കണ്ണീരിലാഴ്ത്തി നാശം വിതച്ച വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കവിഞ്ഞു. യൂറോപ്യൻ യൂണിയന് ചുമത്തിയ 50% താരിഫ് കുറവ് വരുത്താൻ തയ്യാറാകാതെ അമേരിക്ക. ട്രംപിന്റെ അധിക താരിഫ് ഭീഷണിയിൽ കൂടുതൽ രാജ്യങ്ങളിലേക്കും. ആഗസ്റ്റ് 1 വരെ ഇളവും. യുകെയിലെ മേലധികാരികൾ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് എന്ന രഹസ്യ കരാറുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കാൻ നിയമ ഭേദഗതിയുമായി സ്റ്റാർമർ സർക്കാർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആപ്പ് സ്റ്റോറിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യൂറോപ്യൻ യൂണിയൻ ചുമത്തിയ 500 മില്യൺ യൂറോ പിഴയ്ക്കെതിരെ അപ്പീലുമായി ആപ്പിൾ. അടുത്ത വർഷം ബ്രിക്സ് അധ്യക്ഷ പദവിയിലെത്തുന്ന ഇന്ത്യ മനുഷ്യത്വത്തിന് മുൻതൂക്കം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.